ലൈംഗികാരോപണ വിവാദങ്ങളിൽ തനിക്കെതിരെ ഗൂഢാലോചന നടന്നുവെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നേതൃത്വത്തെ അറിയിച്ചു. നേതൃത്വമായുള്ള ആശയവിനിമയത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ആരോപണങ്ങൾക്ക് രാഹുൽ തന്നെ മറുപടി പറയട്ടെ എന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസിൽ സൈബർ യുദ്ധം അവസാനിക്കുന്നില്ല. രാഹുലിനെ രാവണനോട് ഉപമിച്ച് താര ടോജോ അലക്സ് രംഗത്തെത്തി. സലിം മാലിക് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സലിം, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, കോൺഗ്രസിൽ തൽക്കാലം ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ചർച്ച വേണ്ട, അത് അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ് നേതൃതലത്തിലുള്ള ഒരു ധാരണ. അതിന്റെ ഭാഗമായാണ് ഈ വിഷയത്തിൽ ഒരു ഗൂഢാലോചന നടന്നുവെന്ന് നേതൃത്വത്തെ അറിയിച്ചിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയിച്ചത്. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണ് ആ ഗൂഢാലോചനയെന്നും രാഹുൽ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും മുഖവിലക്കെടുക്കാൻ നേതൃത്വം തയ്യാറായിട്ടില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ രാഹുൽ ഇനി സ്വന്തം നിലയ്ക്ക് പറയട്ടെ, പാർട്ടി തൽക്കാലം ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലപാട്. അതിനിടയിലാണ് സൈബർ യുദ്ധം ഇപ്പോഴും തുടരുന്നത്. ഇതിലെ കോൺഗ്രസിന്റെ തന്നെ സൈബർ മുഖങ്ങളിലെ പ്രധാനിയാണ് താര ടോജോ അലക്സ്. താര ടോജോ അലക്സ് ആണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങളുടെ പിന്നിൽ എന്നുള്ളതാണ് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്, പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്ന വിഭാഗത്തിന്റെ നിലപാട്. അതിന്റെ ഭാഗമായി തന്നെ സൈബർ ഗ്രൂപ്പുകളിൽ നിന്ന്, കോൺഗ്രസിന്റെ രഹസ്യ സൈബർ ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ താര ടോജോ അലക്സിനെ നീക്കം ചെയ്തിരുന്നു. അതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒപ്പമുള്ളവർ ചേർന്ന് സൈബർ ആക്രമണവും താരക്കെതിരെ നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ രാവണനോട് ഉപമിച്ചുകൊണ്ടുള്ള ഒരു ദീർഘമായ കുറിപ്പ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത്. ഈ രാവണന് ലങ്ക ഉൾപ്പെടെ അടക്കി ഭരിച്ചതെല്ലാം നഷ്ടമായത് ഏതെങ്കിലും ഒരു സീതയോട് മാത്രമുള്ള അഭിനിവേശം കൊണ്ടല്ല, മുഴുവൻ സ്ത്രീകളെയും ആ നിലയിലായിരുന്നു രാവണൻ കണ്ടത്. അതുകൊണ്ട് തന്നെ എത്ര പാടിപ്പുകഴ്ത്തിയാലും, എത്ര വെളുപ്പിക്കാൻ ശ്രമിച്ചാലും, എത്ര മാരീച വേഷങ്ങളെ ഇറക്കി കാടിളക്കിയാലും രാവണൻ ക്രൂരനായ സ്ത്രീലമ്പടനാണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് രാവണനോട് ഉപമിച്ച രാഹുൽ മാങ്കൂട്ടത്തിനെ രാവണനോട് ഉപമിച്ച് പറയുന്നു. അതിനുശേഷം പറയുന്നു, കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള സകല സ്ത്രീകളുടെയും ഇൻബോക്സിൽ പോയി പഞ്ചസാര വർത്തമാനം പറയുന്നയാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുകൊണ്ട് അയാൾക്കെതിരെ പരാതികൾ ഉയർന്നെങ്കിൽ അത് നേതൃത്വത്തെ അറിയിച്ചതിൽ അഭിമാനം മാത്രമേ ഉള്ളൂ എന്നും എത്ര സൈബർ ആക്രമണം നടത്തിയാലും വീണുപോകില്ല എന്നും താര പറയുകയും ചെയ്യുന്നു. ഉന്മേഷ്, ശരി. സലിം മാലിക്കാണ് വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.